അവിടുത്തെ ഹദറത്തിലായിരുന്നു വന്യരായ ഉസ്താദ് അവർകൾ. വഫാത്തിന്റെ നേരം ഞാനുണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹം തന്നെയായി. നമ്മളൊക്കെ സ്നേഹിക്കുന്നതിലേറെ വന്യരായ ഉസ്താദ് അവർകളെ സ്നേഹിക്കുന്ന അനവധി ആളുകൾ വഫാത്തായതിനു ശേഷം അവിടെ അനുസ്മരണ സമ്മേളനം എവിടെയാണ്? മദീനയിൽ KCF-ന്റെയും ICF-ന്റെയും സംഘാടകർ വളരെ സജീവമായിട്ട് ഉഹദിലൊരു പരിപാടി വെച്ചിരുന്നു. ഞാനന്ന് പോയി. അന്ന് വന്യരായ സയ്യിദ് ഉമർ ഫാറൂഖ് ബുഖാരി അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തട്ടെ. അവിടുത്തെ ആ സ്ഥാനം ഓരോരുത്തരും അവരെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവരുടെ ഓരോ സംസാരങ്ങളും ദുആ ചെയ്യുന്ന സമയത്തുള്ള കണ്ണുനീരും എല്ലാം ഞാൻ നേരിൽ കണ്ടവനാണ്. മുഅ്മിനീങ്ങളെ, പലയിടങ്ങളിലും മദീനയിൽ പല സ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വന്യരായ ഉസ്താദ് അവർക്ക് നല്ല അർത്ഥമുള്ള പാട്ട് വളരെ ഇഷ്ടായിരുന്നു. അന്ന് പൊസോട്ട് നാട്ടിനൊരുത്തമ ദീപമായി ദീപശിഖ ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപനമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അന്ന് ഒരു ഘോഷയാത്രയിൽ പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാണ്. അന്ന് വന്ന സമയത്തൊക്കെ ഉസ്താദ് അവർക്ക് ഇഷ്ടം. ഇപ്പൊ സദസ്സിൽ തന്നെ ഇഷ്കിന്റെ പാട്ടുകളാകുമ്പോ എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പൊ നാസിഫും ഷൈൻ ബാബു ഒക്കെ പാടിയത് ഇപ്പൊ അത് വെറൈറ്റി പാട്ടുകളാണ്. പക്ഷെ ഇതിന്റെ തൊട്ട് മുമ്പ് മുത്തേ സത്തേ എന്നൊക്കെ പാട്ടായിരുന്നു. ഇപ്പൊ ആ ഇഷ്ക് ഇങ്ങനെ കണ്ണിൽ കാണുന്ന, അല്ലെങ്കിൽ കൽബിലുദിക്കുന്ന, അല്ലെങ്കിൽ മദീന നമ്മൾ നേരിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന വല്ലാത്ത പാട്ടുകളാണ് ഇതൊക്കെ. വന്യരായ ഉസ്താദ് അവർക്ക് വല്ലാത്ത ഇഷ്ടമുള്ള പാട്ടാണ്. പല പാട്ടും എന്നിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്, പാടിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പൊ ഈ സദസ്സിൽ തന്നെ ചില ആളുകൾക്ക് ഈ സ്പീഡിലുള്ള പാട്ട് ഇഷ്ടമുള്ളവരുണ്ടാകും. ഇപ്പൊ ഇതുപോലെ ഈ ഇപ്പൊ പാടിയ പാട്ട് പോലെ മദീന ഓർമ്മ വരുന്ന ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി തീർന്നെങ്കിൽ ഞാൻ താമര തോൽക്കും റസൂലിനെ തോളിലേറ്റി നടന്നേന് ഞാൻ. ഇങ്ങനത്തെ പാട്ട് ഇഷ്ടമുള്ളവരുണ്ട്. ചിലർക്ക് അതൊന്നും വേണ്ട, ഒരു ശബ്ദം അങ്ങനെ കേട്ടാൽ മതി. നമ്മളെ ഹിന്ദി പാട്ടൊക്കെ കേൾക്കുന്ന പോലെ കുറെ മുട്ട് എന്തോ ഒരു ഈണങ്ങനെ കേട്ടാൽ മതി. ചില ആളുകൾക്ക് അങ്ങനെയല്ല, അർത്ഥവും വേണോ സ്പീഡും വേണം. ആകെ ചുറ്റിലകത്തിന് മെത്തനകത്തിരി കത്തണമൈ തിരുചിത്തരമത്തിരി മുത്തുനബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികച്ചെറുതൊക്കെ വിളക്കൊളി മുക്കിയ മക്കനകത്തിരി മുത്തു ഹബീബുള്ള. ആകെ ചുറ്റിലകത്തിന് മെത്തനകത്തിരി കത്തണമൈ തിരുചിത്തരമത്തിരി മുത്തുനബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികച്ചെറുതൊക്കെ വിളക്കൊളി മുക്കിയ മക്കനകത്തിരി മുത്തു ഹബീബുള്ള. രണ്ടാളും ഒരുമിച്ചാനേ ഏകാപ്പഴം തിന്നരുതെന്നറിയോനറിയിച്ചാനേ. പിന്നെ പിറകിൽ ഓനൻ വന്ന് ചതിച്ചാനേ. അന്നത്ത് നിന്നത്ത് എന്താണിപ്പോഴും നിങ്ങളെടുത്ത് തിന്നാത്ത് ജന്നാത്ത് മണ്ണിലുള്ള കനിയൊക്കെ ഇരുമികെ ജാതിയാണ്. നാഥന് ചുമയാതൊരൽ മടിക്കാതെ എന്നും പാടി അമ്മുശിലവരാടി ചെന്ന് പഴം പറിച്ചോടി വന്നു മുറിച്ചതിൽ കൂടി തിന്നവർ തങ്ങളെ ചങ്കിലൊതുങ്കിയും ചങ്കയിളങ്കി വിതുങ്കി വിശുങ്കിയും. ആകെ ചുറ്റിലകത്തിരി മത്തനകത്തിരി കത്തണമൈത്തിരി ചിത്തരിമത്തിരി മുത്തുനബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു തെക്ക വിളക്കൊളി മുക്കിയ മക്കനകത്തിരി മുത്ത് ഹബീബുള്ള. ഇങ്ങനത്തെ പാട്ടൊക്കെ ഉസ്താദുകൾക്ക് പാടിക്കൊടുത്തു. പക്ഷേ വല്ലാതെ ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല അർത്ഥമുള്ള പാട്ടാണ്, ഇങ്ങനത്തെ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് കേട്ടിരുന്നു. ആ പാട്ട് ഞാൻ പാടുന്നു. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നേരത്തെ വന്നേരായ ഫാദിൽ ഉസ്താദ് പറഞ്ഞ പോലെ വന്നേരായ സയ്യിദ് അവർകൾ ദുആ ചെയ്യും. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അന്ന് നല്ല അർത്ഥം വേണം, ചിന്തിക്കാനും വേണം. അത് അങ്ങനെയാണല്ലോ, ഓരോ വലിയ തഖ്വന്റെ ആളല്ലേ. അപ്പൊ അങ്ങനത്തെ പാട്ട് ബിസ്മില്ലാ ആ പാട്ട് പാടി അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പരൻ വിരിച്ചുമ്മാവിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാത്ത് നമുക്കുണ്ടോ നാട്ടിലെ? കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന
കബറെന്ന ഭയങ്കര വീട്ടിലെ കബറെന്ന ഭയങ്കര വീട്ടിലെ പരൻ വിരിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ടോ നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ കബറെന്ന ഭയങ്കര വീട്ടിലെ വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇലയും നെൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും ഖബർ ബഹു ജോറിലെ അടവാക്കും ഖബർ ബഹു ജോറിലെ പരൻ വിരിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ടോ നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ ഖബറെന്ന ഭയങ്കര വീട്ടിലെ ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എന്നിൽ ആരെന്ന് ഉലകത്തിൽ തണി എന്നിൽ ആരെന്ന് പരൻ വിരിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ടോ നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ ഖബറെന്ന ഭയങ്കര വീട്ടിലെ സുഖങ്ങളെല്ലാം വെടിഞ്ഞു നമ്മൾ ഇവിടെ നിന്നും മടങ്ങും സുബ്ഹാൻ നമ്മെ വിളിച്ചിടുമ്പോൾ അവിടെ നമ്മൾ കൂടുങ്ങും പരനം റബ്ബിൻ പരീക്ഷണങ്ങൾ പലതും നമ്മിൽ നടക്കും പതിവായി നമ്മൾ സുജൂദിരുന്നാൽ പടച്ച റബ്ബ് തുണയ്ക്കും. സ്വല്ലു വസല്ലിമു അലൻ നബി.